ഞങ്ങൾ ആക്ച്വലി തിരുവനന്തപുരം പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ISRO മ്യൂസിയം ലിസ്റ്റിൽ 1 ആയിരുന്നു. കാരണം പെക്കി കുറച്ച് സ്പേസ് എന്തൂസിയാസ്റ്റ് ആണ്. പക്ഷേ സാറ്റർഡേയിൽ അതുണ്ടായിരുന്നില്ല എന്നുള്ളത് ചേട്ടൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ അതങ്ങ് വിട്ടുപോയി. അപ്പോൾ നമ്മൾ സാറ്റർഡേ തിരിച്ചു വരേണ്ടതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ലുലു മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും വലിയ ലുലു മോളാണല്ലോ കേരളത്തിലെ. അപ്പോൾ നമ്മൾ അതൊന്ന് കാണുമല്ലോ. കൊച്ചിക്കാർക്ക് ലുലു മോൾ ഒരു പുത്തിരിയല്ല, എന്നാലും പോട്ടെ. പക്ഷേ ട്രിവാൻഡ്രത്തെ ലുലു മോൾ വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ലുലു മോളിൽ വെച്ച് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഫ്രണ്ടാണ് പറഞ്ഞത്, പ്രിയദർശിനി പ്ലാനറ്ററി ഒന്ന് കണ്ടിട്ട് പോകും, സ്പേസ് എന്തൂസിയാസ്റ്റായ കുട്ടിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മിസ് ചെയ്തിരുന്നത് ഭയങ്കര നഷ്ടമായിരുന്നു. കാരണം ചേട്ടനും പെക്കിയും കുറച്ച് സയൻസ് ഇഷ്ടമാണ്. ഞാൻ സയൻസിൽ വളരെ വീക്കുമാണ്, ഞാനൊരു ലിറ്ററേച്ചർ ആളാണ്. അപ്പോൾ ചേട്ടൻ ഇതൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്നോട് ചില സമയത്ത് പെക്കി ഇതെന്താ അവിടെ നിൽക്കുമ്പോൾ എക്കോ കേട്ടത്, ഈ സൗണ്ട് എന്താ അങ്ങനെ, ഇടി വെട്ടുന്നത് എന്താ ഇങ്ങനെ, അങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പൊതുവേ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ചേട്ടൻ പറയും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം പിന്നീട് ഒരു പ്രാവശ്യം നമ്മളിത് മാറ്റി പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുന്നു. പിന്നെ ഇവിടുത്തെ പ്ലാനറ്റേറിയം ഷോ, അതാണ് പെക്കിനെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയത്. ശരിക്കും ഒരു സ്പേസിൽ പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. പെക്കിക്ക് എപ്പോഴും പെക്കിയുടെ ഒരു ആഗ്രഹമാണ് സ്പേസിൽ പോകണം എന്നുള്ളത്. അപ്പം നമ്മുടെ കുട്ടികളെ ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോകാനെന്ന് ശരിക്കും തോന്നി. പിന്നെ ട്രിവാൻഡ്രം എക്സ്പ്ലോറിങ് ഒരു 2 ദിവസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ്. പക്ഷേ ഒരു വരവ് കൂടി വരേണ്ടി